ഈ വീഡിയോയിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ട്രംപ് ഏതാണ്ട് സ്വപ്നം കണ്ടതുപോലെ എവിടെയൊക്കെയോ ഉള്ള ഫേക്ക് ന്യൂസുകളൊക്കെ വായിച്ചിട്ട് ഇന്ത്യ റഷ്യൻ ഓയിൽ മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റീകൺസിഡർ ചെയ്യുമെന്നുള്ള വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ റീകൺസിഡർ ചെയ്ത് റഷ്യൻ ഓയിലിൽ നിന്നും വിട്ടുനിൽക്കുന്നു എങ്കിൽ അത് നല്ല കാര്യമാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ട്രംപ് പുറത്തുവിട്ടത്. പക്ഷെ അതിനെ അങ്ങനെ ഒരു തീരുമാനമേ ഇന്ത്യ എടുത്തിട്ടില്ല എന്നുള്ള ഒരു വാർത്തയാണ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വരുന്നത്. ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പോളിസി മറ്റൊരു രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് മാറ്റാനുള്ളതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് പ്രൈവറ്റ് സെക്ടറിലുള്ള റിലയൻസ് ഉൾപ്പെടെ ഇന്ത്യൻ ഓയിൽ ഉൾപ്പെടെയുള്ള കമ്പനികളെല്ലാം തന്നെ സെയിം നിലപാട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അൺലെസ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നാൽ മാത്രമേ അതിനെക്കുറിച്ചുള്ള കൺസിഡറേഷനൊക്കെ ഈ പ്രൈവറ്റ് കമ്പനികളൊക്കെ എടുക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു 2-3 ഓയിൽ ടാങ്കറുകൾ അമേരിക്ക സാങ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് റഷ്യയിൽ നിന്നും ഓയിൽ മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ടാങ്കറുകളും അതുപോലെ തന്നെ പ്രവർത്തിക്കും. അതിൽ യാതൊരു മാറ്റമില്ല. പിന്നെ അമേരിക്കയുമായിട്ട് കോൺഫിഡന്റ് ആണ്, ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്ട്രോങ് പാർട്ട്ണർഷിപ്പ് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയും. 25% താരിഫ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു രീതിയിലുള്ള വിള്ളലും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റും കൂടി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ താരിഫും ട്രേഡ് വാറും അത് ഏത് രീതിയിൽ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതിനെ ആ രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യും. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മറ്റു പല മേഖലകളിൽ ടൈപ്പ് ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതില് ലോങ് റൺ സഞ്ചരിക്കാൻ രണ്ടുപേരും ബാധ്യസ്ഥരാണ്. ആ മേഖലകളിലേക്ക് നമ്മൾ കൂടുതൽ താല്പര്യം കാണിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ഈ ഒരു മെസ്സേജ് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. റഷ്യയുടെ ഓയിൽ ഇന്ത്യ മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഫാക്ച്വൽ പോയിന്റുകൾ ഇന്ത്യ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന്, റഷ്യ ഏതാണ്ട് ഗ്ലോബലി സെക്കൻഡ് വേൾഡ് ലാർജസ്റ്റ് ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസർ ആണ്. അതായത് ഏതാണ്ട് 9.5 ബില്യൺ ബാരൽ പെർ ഡേ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് ആഗോളതരത്തിലുള്ള ഓയിൽ മാർക്കറ്റിൽ 10% വരും ഈ ഒരു ഷെയർ, ഇനി റഷ്യയുടെ ഉൽപ്പാദന ശേഷി. അപ്പൊ അങ്ങനെ ആ രീതിയിൽ മാസീവ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന റഷ്യ ഒരു ദിവസം 4.5 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ആയിട്ടും അതേപോലെ 2.3 മില്യൺ ബാരൽ റിഫൈൻഡ് ഓയിൽ ആയിട്ടും എവറി ഡേ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഷിപ്മെന്റുകൾ റഷ്യയിൽ നിന്നും പുറത്തോട്ട് പോകുന്നുണ്ട്. അതാണ് പറയുന്നത്. ഇന്ത്യ ആണെങ്കിൽ ലോകത്ത് 3ാമത്തെ ഓയിൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യമാണ്. അത്രമാത്രം ഓയിൽ നീഡ് ഇന്ത്യക്കുള്ളിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇന്ത്യ 85% ഇന്ത്യയുടെ എനർജി നീഡും ഫോറിൻ കൺട്രി ഇറക്കുമതി ആശ്രയിച്ചാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് ഇടിപിടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓയിൽ ട്രേഡിംഗ് ഒന്നും നിർത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അഥവാ ഇന്ത്യ റഷ്യൻ സൈഡിൽ നിന്നുള്ള ഓയിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വില ഒരു ബാരലിന് $200 ഉയരും എന്ന് ഇന്ത്യ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇന്ത്യ റഷ്യ എടുത്ത് ഓയിൽ മേടിക്കാതിരുന്ന സമയങ്ങളിൽ റഷ്യയുടെ മേളിൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഉക്രൈന്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 2022 പാശ്ചാത്യ രാജ്യങ്ങളടക്കം ഉപരോധം കൊണ്ടുവന്നിരുന്നു റഷ്യയുടെ മേളിൽ, റഷ്യയുടെ ഓയിലിന്. ആ സമയത്ത് $137 വരെ ഒരു ബാരലിന് കൊടുക്കേണ്ടി വന്നിരുന്നു എന്നുള്ളത് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ഒപെക് പ്ലസ് രാജ്യങ്ങളുടെ ഉൽപാദന ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞത് അവര് പ്രൊഡക്ഷൻ ക്യാപ്പ് ഇട്ടിട്ടുണ്ട്. കാരണം അവരുടെ മാക്സിമം പ്രൊഡക്ഷൻ ക്യാപ്പാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 5.5 മില്യൺ ബാരൽസ് ആണ് പെർ ഡേ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഒപെക് പ്ലസ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട്. അവർക്ക് അതിൽ കൂടുതൽ ഒരു രാജ്യത്തിനും അങ്ങനെ പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കോമ്പറ്റീഷനിൽ ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഒരു ക്യാപ്പ് എന്നുള്ള നിലയിൽ 5.5 മില്യൺ ബാരലാണ് പെർ ഡേ ഉൽപ്പാദനം വെച്ചിരിക്കുന്നത്, ലിമിറ്റ്. അങ്ങനെ കൺട്രോൾഡ് മെഷേഴ്സിൽ ഉൽപ്പാദനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒപെക് പ്ലസ് രാജ്യങ്ങൾക്ക് ഈ ഗ്ലോബൽ നീഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ഓയിലിന്റെ ഡിമാൻഡ് കൂടുകയും അതിലൂടെ ഓയിലിന്റെ പ്രൈസ് ഇരട്ടിയാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇപ്പൊ നിലവിലെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $60 നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിലുപരിയായിട്ട് ഒരു പോയിന്റ് കൂടെ ഇന്ത്യ എടുത്ത് പറയുന്നുണ്ട്. അത് യൂറോപ്യൻ യൂണിയന്റെ നെക്സ്റ്റ് മൂവ് ആണ്. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരിക്കുന്നത് $47 പെർ ബാരൽ ആക്കി തന്നു കഴിഞ്ഞാൽ സെപ്റ്റംബർ മുതൽ റഷ്യ ഇടുന്ന ഓയിൽ മേടിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നാണ് യൂറോപ്യൻ യൂണിയൻ കൂടി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയുണ്ട്? ഇതേ റഷ്യ ഇടുന്ന ഓയിൽ മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയുടെ മേളിൽ താരിഫ് ചുമത്തിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. അത് ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരെ വളരെ ഓപ്പൺ ആയിട്ട് എഴുതി കുറിച്ചിട്ടതാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഉരുണ്ട് കളിക്കാനൊന്നും പറ്റത്തില്ല. ഈ പല താരിഫുകളും ട്രംപിന്റെ സ്വന്തം താല്പര്യപ്രകാരം പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് ഇടുന്നത്. കാനഡയ്ക്ക് മേളിൽ 30 എന്നുള്ളത് 35% ആക്കിയത് പാലസ്തീനിയൻ സ്റ്റേറ്റ് അംഗീകരിച്ചു എന്നുള്ള പേരിലാണ്. ഇതുപോലെ പല പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് താരിഫ് ഇട്ട് കൊടുക്കുന്നുണ്ട് ട്രംപ്. അപ്പൊ ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ റഷ്യ എടുത്ത് ഓയിൽ മേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓയിലിന്റെ പ്രൈസ് മാർക്കറ്റിൽ $200 പെർ ബാരലായിട്ട് മാറുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഡേഞ്ചർ സൈൻ ആണ്. ഇത് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് മാത്തമെറ്റിക്കലി എക്കണോമിക്കലി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
BRO എന്ന് പറഞ്ഞാൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, ഇന്ത്യൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന എമർജൻസി ആയിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പല പ്രോജക്റ്റുകളും നടപ്പിലാക്കുന്ന ടീമാണ് BRO. BROയുടെ ആ ഒരു എഫിഷ്യൻസി നമ്മൾ നോർത്ത് ഇന്ത്യ ഭാഗത്ത് ഇൻഡസ് വാലി അതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചാബ്, ലഡാക്ക്, ലേ ആ ഭാഗങ്ങളിലൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിൽ എമർജൻസി ആയിട്ട് വളരെ വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവര് ഈസ്റ്റേൺ ലഡാക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 2 ടണൽ നിർമ്മിക്കുന്നുണ്ട്. അത് NH1, NH3 ഈ 2 റോഡുകളുടെ ഏരിയയിലാണ് നിർമ്മിക്കുന്നത്. ഇത് ഹിമങ്ക് എന്നാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ പേര്. ഇതിന്റെ 40% വർക്ക് ഓൾറെഡി പൂർത്തിയായി കഴിഞ്ഞു. അതായത് ഈസ്റ്റേൺ ലഡാക്ക് മേഖലയിൽ ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ ചൈനയുടെ ഭാഗത്തുനിന്ന് ഒരു എസ്കലേഷൻ ഇമീഡിയറ്റ് ആയിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വിതിൻ അവറിനകത്ത് നമുക്ക് നമ്മളുടെ ട്രൂപ്പിനെ അവിടെ ഡിപ്ലോയ് ചെയ്ത് വേണ്ട സാധന സാമഗ്രികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കുന്ന ഭാഗത്തിലാണ് ഈ ഒരു റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗത്തിലാണ് ഈ 2 ടണലുകൾ വരുന്നത്. ഈ ഹിമങ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് അതിനെ സപ്പോർട്ട് ചെയ്യും. അതിന്റെ ടൈം ഷോർട്ട് കട്ട് ആയിട്ട് ചുരുക്കിക്കൊണ്ട് നമുക്ക് അതിവേഗത്തിൽ തന്നെ ഈസ്റ്റേൺ ലഡാക്ക് ഭാഗത്ത് എത്തിപ്പെടാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. അതുപോലെ തന്നെ തേജാസ് ഫൈറ്റർ ജെറ്റ് ഇന്ത്യൻ മെയ്ഡാണ്, ഇൻഡിജിനിയസ് ആയിട്ട് നമ്മൾ നിർമ്മിക്കുന്നത്. ജിയുടെ എഞ്ചിനാണ് അതിനകത്ത് ഘടിപ്പിക്കുന്നത്. അതിനകത്ത് 6 ഐറ്റംസ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യൻ ടെക്നോളജിയിൽ നിർമ്മിച്ച 6 സംഗതികൾ നമ്മൾ അതിനകത്ത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ ഫോറിൻ ഇന്റർവെൻഷൻ ഇതിനകത്ത് ഇല്ല. ഇതിലെ നമ്പർ 1 റഡാർ സിസ്റ്റം, ഉത്തം AESA റഡാർ സിസ്റ്റം. ഈ ആർഐ സിസ്റ്റം DRDO ആണ് ഇതിന്റെ നിർമ്മാണം. ഈ റഡാർ സിസ്റ്റമാണ് നമ്മൾ തേജാസിൽ ഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മിഷൻ കമ്പ്യൂട്ടർ DRDOയും ഭാരത് ഇലക്ട്രോണിക്സും ചേർന്ന് നിർമ്മിച്ചതാണ് ഈ ഒരു മിഷൻ കമ്പ്യൂട്ടർ. ഈ മിഷൻ കമ്പ്യൂട്ടറും നമ്മൾ ഇൻഡിജിനിയസ് ആയിട്ട് ഉത്പാദിപ്പിച്ചത് തന്നെയാണ് HIL നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇന്നത്തെ മോഡേൺ വാർഫെയറിൽ ഡ്രോൺ ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും. ആ രീതിയിലുള്ള ടെക്നോളജി കൂടെ അതിനകത്തുണ്ട്. ഇതിനകത്ത് ഒരുപാട് ടെക്നോളജി ഉണ്ട്. പക്ഷേ മേജറായിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് ഇത് വാർഫെയർ സ്യൂട്ട് എന്നാണ്. ഫ്ലൈ ബൈ വയർ ഫ്ലൈറ്റ്, ഇത് ഗിയർ ആണ്, അത് അറ്റാക്കിംഗ് ഗിയർ. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ മിസൈൽ ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറ്റാക്കിംഗ് പവറിന്റെ ഗിയർ ആണെന്ന് തോന്നുന്നു. ആ ടെക്നോളജിയും ഇൻഡിജിനിയസ് ആണ്. അതുപോലെ തന്നെ കോക്പിറ്റിലുള്ള ഡിസ്പ്ലേ സിസ്റ്റം, ഈ കോക്പിറ്റ് ഡിസ്പ്ലേ സിസ്റ്റം ഇൻഡിജിനിയസ് ആയിട്ട് നിർമ്മിച്ചതാണ്. അത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ് ഈ ഒരു ഡിസ്പ്ലേ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്മാർട്ട് വെപ്പൺ ഇന്റഗ്രേഷൻ, അതായത് ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള മിസൈൽ സിസ്റ്റംസ്, അതായത് മിസൈലുകൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള ആ ഹാർഡ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ആ സിസ്റ്റം മൊത്തം ഇൻഡിജിനിയസ് ആയിട്ട് രൂപപ്പെടുത്തിയതാണ്. ഇതും കൂടി നമ്മൾ ഈ HIL എന്ന് പറഞ്ഞ ഈ ഒരു ഇൻഡിജിനിയസ് ആയിട്ട് ഉത്പാദിപ്പിക്കുന്ന ഈ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ 6 ഫാക്ടേഴ്സ് ആണ് ഇൻഡിജിനിയസ് ഉത്പാദനത്തിൽപ്പെട്ട സാധനങ്ങൾ ഈ ഒരു ഫ്ലൈറ്റിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ നിസാർ സാറ്റലൈറ്റ് നമ്മൾ ഓർബിറ്റിൽ കൃത്യമായിട്ട് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ആദ്യത്തെ ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ട് 90 ദിവസം വേണ്ടി വരും. ഇത് ഫസ്റ്റ് 90 ഡേയ്സ് ഇതിന്റെ കാലിബ്രേഷൻ അതേപോലെ ഇതിന്റെ കമ്മീഷനിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. 90 ഡേയ്സിന് ശേഷമായിരിക്കും ഇത് കൃത്യമായ പൊസിഷനിൽ നിന്നിട്ട് ഇതിന്റെ പിക്ചറൈസേഷൻ തുടങ്ങുന്നത്. US കൗൺസിലേറ്റ് ഇൻ കറാച്ചി അവരുടെ സിറ്റിസൺസിന് വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. UKയും ഇതേപോലെ വാണിംഗ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ വാണിംഗ് വേറൊന്നും കൊണ്ടല്ല, അതായത് കറാച്ചിക്കുള്ളിൽ അതുപോലെ തന്നെ സിറ്റിക്കുള്ളിൽ, പാകിസ്ഥാന്റെ പല സിറ്റികൾക്കുള്ളിലും നിങ്ങളുടെ അക്കോമഡേഷനിൽ നിന്നും പുറത്തിറങ്ങി നടക്കുന്നുവെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം അപകട സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അജ്ഞാതരോ അല്ലെങ്കിൽ PLAയോ അതുപോലെ തന്നെ തെഹ്രീക്ക് താലിബാനോ ഏത് രീതിയിലും നിങ്ങൾക്ക് ആക്രമണം നേരിടാനുള്ള സാഹചര്യം ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് പാകിസ്ഥാനിൽ. അപ്പോൾ നിങ്ങൾ വളരെ കരുതലോടെ വേണം ഇരിക്കാൻ എന്നുള്ള ഒരു സെക്യൂരിറ്റി വാണിംഗ് ആണ് അമേരിക്ക കൊടുത്തിരിക്കുന്നത്, UK കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ 2 രാജ്യങ്ങളും അവരവരുടെ പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാന്റെ ഉള്ളിലുള്ള അരക്ഷിതാവസ്ഥ, ഒരു അൺസർട്ടനിറ്റി, സുരക്ഷിതത്വമില്ലായ്മ, ഇത് തന്നെയാണ്. ഈ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് ബിസിനസ് നടത്താനാണ് ട്രംപിന്റെ മൊത്ത ഫാമിലിയും അവിടെ ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലിംഗ് ഒക്കെ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ പൈസ ഇട്ട ഒരുത്തിനും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ചൈന ഇപ്പോഴും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി വീണ്ടും അടുത്ത് ട്രംപ് അവിടെ പൈസ മുടക്കി എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് എണ്ണ എടുത്ത് വിറ്റുകളയാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എണ്ണയൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ BLAയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. അവർ നിരുപാധികം ഇതിന്റെ പുറകിൽ അങ്ങ് ഇറങ്ങി വരും. അതുകൊണ്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ പല രീതിയിലുള്ള സെക്ടുകളായിട്ടാണ് ആൾക്കാരുള്ളത്. ട്രംപ് വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ പോയിട്ട് എണ്ണ എടുത്തോണ്ട് വരാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കത്തേ ഉള്ളൂ. പാകിസ്ഥാനിൽ നിന്നും എണ്ണ എടുത്ത് വിൽക്കാം എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ ചൈന എപ്പോഴേ അത് കുഴിച്ചെടുത്തേനെ. അത് പാകിസ്ഥാനുള്ളിൽ നടക്കില്ല. അതാണ് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇന്ത്യക്ക് പാകിസ്ഥാനെ എണ്ണ വിറ്റ് കളയും എന്നുള്ള രീതിയിലെ ബാലിശമായിട്ടുള്ള ആർഗ്യുമെന്റുകളൊക്കെ ട്രംപിനെ പോലെയുള്ള ആൾക്കാർ പറഞ്ഞ് കോമാളിയാകുന്ന അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം ഇന്ത്യയെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതിന്റെ പേരിൽ പാകിസ്ഥാനെ പുകഴ്ത്തിക്കൊണ്ട് 2 സ്റ്റേറ്റ്മെന്റ്, അത് വേറൊന്നുമല്ല, ഈ നൊബൽ പ്രൈസിനൊക്കെ പാകിസ്ഥാൻ നോമിനേറ്റ് ചെയ്തല്ലോ ട്രംപിനെ. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ ചുമ്മാ ഇന്ത്യയെ താങ്ങുന്ന പോലെ 2-3 ഡയലോഗുകളൊക്കെ പറയുന്നതാണ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ശരിക്കും പാകിസ്ഥാൻ ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറഞ്ഞു വെക്കുന്നത്.
അതുപോലെ ബംഗ്ലാദേശിന്റെ എൻവോയ്, അതായത് ബംഗ്ലാദേശിന്റെ ഡിപ്ലോമേറ്റ് ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് റീബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ബംഗ്ലാദേശ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം അത്രമാത്രം അവിടെ ദാരിദ്ര്യം, അതുപോലെ അവിടുത്തെ ഗാർമെന്റ് എക്സ്പോർട്ട് മേഖലയൊക്കെ തകർന്നടിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ട്രംപിന്റെ താരിഫ് ഒക്കെ വന്ന അവസ്ഥയിൽ യുഎൻഎസ്എ കുരുട്ടുബുദ്ധി ഉപദേശിച്ച് കൊടുത്തിരിക്കുകയാണ്. ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു ലോഡ് മാങ്ങ കയറ്റി അയച്ചിട്ടുണ്ട്, 1 ടൺ. അപ്പൊ അതുകൊണ്ട് ആർക്ക്, പ്രൈം മിനിസ്റ്റർ മോദിക്ക്. അതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല, തിരുപുരയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് വരും, നെയ്ബറിംഗ് സ്റ്റേറ്റ് ആണല്ലോ. പിന്നീട് നമുക്ക് ന്യൂഡൽഹിയുമായിട്ട് ഏതെങ്കിലും തരത്തിലൊന്ന് ടൈപ്പ് വയ്ക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കാം. കാരണം എങ്ങനെയെങ്കിലും കഞ്ഞു കുടിച്ച് പോകണമല്ലോ. അപ്പൊ ആ രീതിയിലുള്ള തീരുമാനങ്ങളാണ് ബംഗ്ലാദേശിന്റെ ചെറിയൊരു ഡിപ്ലോമാറ്റിക് ചേഞ്ച് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഷേഖ് ഹസീന ഇപ്പോഴും ഇന്ത്യക്കുള്ളിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പൊ അതിനെക്കുറിച്ചുള്ള എക്സ്ട്രാഡിഷനോ അല്ലെങ്കിൽ ഷേഖ് ഹസീനയെ തിരിച്ചു തരണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊന്നും തന്നെ ഇന്ത്യയുടെ അടുത്ത് സംസാരിക്കുന്നില്ല ബംഗ്ലാദേശ്. അതും കൂടി നമ്മൾ ശ്രദ്ധേയമായിട്ട് നോക്കി കാണേണ്ടതാണ്. മുസ്തഫിർ റഹ്മാൻ എന്ന് പറഞ്ഞ എൻവോയാണ് അവിടെ നിന്ന് വന്നത്. ഇയാൾക്ക് വേറൊരു പേരും കൂടെ ഉണ്ട്, റിയാസ് ഹമീദുള്ള എന്നുള്ള ഒരു പേരും കൂടി ഇയാൾക്കുണ്ട്. അതുപോലെ കാരക്കോറം ഹൈവേ, ഈ കാരക്കോറം ഹൈവേ എന്ന് പറയുന്നത് ചൈനയും പാകിസ്ഥാനും തമ്മിൽ ട്രേഡ് നടത്തുന്ന ഒരു ട്രേഡ് റൂട്ടാണ് ഈ കാരക്കോറം ഹൈവേ. സീപക് കോറിഡോറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റൂട്ടാണ് ഈ കാരക്കോറം ഹൈവേ. ഇത് ചൈനയിൽ നിന്നും നേരെ അങ്ങ് ഗ്വാദാർ പോർട്ട് വരെ പോകുന്ന ഒരു റൂട്ടാണ്. അപ്പൊ അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇപ്പം കഴിഞ്ഞ 23 ദിവസമായിട്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതിന് കാരണം വേറെ ഒന്നുമില്ല, ഈ റോഡിൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിന് ടാക്സ് പിരിക്കുന്നുണ്ട്. ഈ റോഡിന് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫെഡറൽ ടാക്സ് ഉണ്ട്, അതിന് പുറമെ ഡ്യൂട്ടി ഉണ്ട്, സർചാർജ്. ഈ 3 തരത്തിലുള്ള ചുങ്കം പിരിവ് ആ റോഡിൽ നടത്തുന്നുണ്ട് പാകിസ്ഥാൻ. അപ്പൊ ഇതുകൊണ്ട് സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ റൂട്ട് കടന്നു പോകുന്നത് ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാൻ എന്ന് പറഞ്ഞ 2 ഏരിയയിൽ ടച്ച് ചെയ്താണ് ഈ റൂട്ട് കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ലോക്കൽ ഏരിയയിലുള്ള ജനങ്ങൾ ഈ റോഡ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അവരുടെ വാഹനങ്ങൾക്കും കൂടി ഇവര് ഈ ഡ്യൂട്ടി ഈടാക്കുന്നുണ്ട്. ഈ 3 തരത്തിലുള്ള ചുങ്കം പിരിക്കുന്നുണ്ട് ഈ പാകിസ്ഥാൻ ഗവൺമെന്റ്. ശരിക്കും ലീഗലി അത് സാധ്യമല്ല. കാരണം ഈ ഗിൽജിറ്റ് ആൻഡ് ബാൾട്ടിസ്ഥാൻ എന്ന് പറഞ്ഞ ഈ മേഖല ശരിക്കും സെപ്പറേറ്റ് ഓട്ടോണമസ് ആയിട്ട് നിൽക്കുന്ന രാജ്യമാണ്. പാകിസ്ഥാനുമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല എന്നുള്ളതാണ്. പാകിസ്ഥാൻ അവിടെ ഇലക്ഷൻ പോലും നടത്താറില്ല. പാകിസ്ഥാന്റെ മെയിൻലാൻഡിൽ മത്സരിച്ച് വിജയിച്ച് വന്ന ഒരു സ്ഥാനാർത്ഥിക്ക് എല്ലാവർക്കും മന്ത്രിസ്ഥാനങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ആരെങ്കിലും കടുംപിടുത്തം പിടിച്ചുകൊണ്ട് നിൽക്കുമല്ലോ, എനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിയെ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഒരു പൊസിഷനിൽ, ചീഫ് വിപ്പ് എന്നൊക്കെ പറയുന്ന കണക്ക് നമ്മുടെ നാട്ടിൽ, അതുപോലത്തെ ഒരു പൊസിഷൻ കൊടുത്ത് ഇവരെ ഗിൽജിറ്റ് ബാൾട്ടിസ്ഥാന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് പാകിസ്ഥാൻ അയക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ജനങ്ങൾ വോട്ടിടാറില്ല, ഇവർക്ക് ടാക്സ് ഗവൺമെന്റിന് കൊടുക്കേണ്ട കാര്യമില്ല, ഇവരുടെ അടുത്ത് കാലാകാലങ്ങളായിട്ട് ടാക്സ് പിരിക്കാറുമില്ല. ആ സാഹചര്യത്തിൽ ഈ റോഡിന് വേണ്ടി മാത്രം എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ടാക്സ് പിരിക്കുന്നത് എന്നുള്ള നിലയിൽ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് എറപ്റ്റ് ആയിരിക്കുന്നത്. അപ്പൊ ഈ ജനങ്ങൾ ഇപ്പൊ കഴിഞ്ഞ 23 ദിവസമായിട്ട് ഈ റോഡ് ഉപരോധിച്ച് പ്രതിഷേധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ റൂട്ട് ഇപ്പൊ ബ്ലോക്ക്ഡ് ആണ്. ഇപ്പൊ ചൈനയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് ഈ റൂട്ട് ഇപ്പൊ ബ്ലോക്ക് ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഇത് പുറത്തിങ്ങനെ എംഫസൈസ് ചെയ്ത് കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ശരിക്കും ഇപ്പം ഇതിൽ ഇമീഡിയറ്റ് ആയിട്ട് പാകിസ്ഥാൻ ഗവൺമെന്റ് നടപടിയെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ചൈനയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഈ ജനങ്ങളുടെ ടാക്സ് പാകിസ്ഥാൻ ഒഴിവാക്കി കൊടുക്കേണ്ടി വരും, അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഇന്ത്യൻ കമേഴ്ഷ്യൽ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ സ്കോട്ട് ബെസന്റ് അമേരിക്കൻ ട്രഷറി സെക്രട്ടറിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. പറഞ്ഞത്, ഇന്ത്യയുടെ കമേഴ്ഷ്യൽ മിനിസ്റ്റർ ആയിട്ടുള്ള എനിക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങൾ, അതായത് സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ എന്താണോ നാഷണൽ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ട് ഓരോ സാധനങ്ങളും നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ബേസിക് റൂട്ട് അനുസരിച്ച് മാത്രമേ ഞങ്ങൾ തീരുമാനം എടുക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി സ്ക്രൂട്ടനൈസ് ചെയ്ത് കൃത്യമായിട്ട് ഒരു ബയലേറ്ററൽ ട്രേഡിൽ എത്തിച്ച് അതിനെ സൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം വേണ്ടി വരും. അത് ഡിലേ എന്ന് വേണമെങ്കിൽ പറയാം, അതിന് സ്ലോ എന്ന് വേണമെങ്കിൽ പറയാം, പല രീതിയിൽ വേണമെങ്കിൽ അതിനെ പറയാം. പക്ഷേ ഒരു തവണ നമ്മളൊരു ഡീല് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനെ റിവേഴ്സ് ചെയ്യുക എന്നുള്ളത് വലിയ നൂലാമാല പിടിച്ച കേസാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അത് ഇച്ചിരി കാലതാമസം എടുത്താൽ തന്നെയും ആ രീതിയിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞു വെക്കുന്നത്. ജമ്മു കാശ്മീരിന്റെ ഉള്ളിൽ നടന്ന തെരച്ചിലിൽ TRF എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയിൽപ്പെട്ട 3 തീവ്രവാദികളെ ഇന്ത്യൻ ആർമി വധിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിന്റെ മേഖലയിൽ തെരച്ചിലുകൾ തുടരുകയാണ്. ഈ 3 തീവ്രവാദികളെയും വധിച്ചത് കുഡ്ഗാം എന്ന് പറഞ്ഞ മേഖലയിൽ വെച്ചിട്ടാണ്. അപ്പൊ എന്നാൽ തുടർന്നുള്ള ഓപ്പറേഷൻ ഇന്ത്യൻ ആർമിയുടേത് ജമ്മു കാശ്മീരിന്റെ ഉള്ളിൽ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പൊ എന്തായാലും കുറെ സമഗ്രമായ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.